ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 6ാമത്തെ പാഠമായ രാസമാറ്റങ്ങളെക്കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഭൗതിക മാറ്റം അതുപോലെ തന്നെ രാസമാറ്റം ഇവ രണ്ടും എന്താണെന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ആദ്യം ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് താൽക്കാലികമായൊരു മാറ്റമാണ്, തന്മാത്രാ ക്രമീകരണത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. അതുകൊണ്ടാണ് ഇതിനെ വേഗം പഴയ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുന്നത്. അടുത്തത് രാസമാറ്റം എന്ന് പറയുന്നത് സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇവിടെ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നു, അതുകൊണ്ടാണ് അത് സ്ഥിരമായ മാറ്റം എന്ന് അറിയപ്പെടുന്നത്. താപരാസപ്രവർത്തനങ്ങൾ എന്താണ് എന്നതാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതായത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ താപത്തെ ഒന്നുകിൽ ആഗിരണം ചെയ്യാം അല്ലെങ്കിൽ പുറത്തേക്ക് വിടാം. ഇങ്ങനെ രണ്ട് രീതിയിലും നടക്കാം. അപ്പോൾ ഒന്നുകിൽ താപത്തെ ആഗിരണം ചെയ്യുന്നതോ അല്ലെങ്കിൽ താപത്തെ പുറത്തേക്ക് വിട്ടോ നടത്തുന്ന രാസപ്രവർത്തനങ്ങളെയാണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിൽ താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനം ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡും ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനും പ്ലസ് താപം. അപ്പോൾ താപത്തെ പുറത്തേക്ക് വിടുന്നു. എക്സോതെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപമോചക പ്രവർത്തനം. ഇനിയിപ്പോൾ എക്സോ എങ്ങനെ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുക. അത് നമ്മൾ പുറത്തേക്കുള്ള വഴി നമ്മൾ എക്സിറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്കാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സോ പുറത്തേക്ക്, താപമോചകം, താപത്തെ പുറത്തേക്ക് വിടുന്നു, എക്സോതെർമിക് റിയാക്ഷൻ. അടുത്തത് താപത്തെ ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്ന് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നു. അടുത്ത നമുക്ക് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പഠിച്ചത് താപരാസപ്രവർത്തനം. അപ്പോൾ അവിടെ ഒന്നുകിൽ പുറത്തു പോകുന്നത് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്നത് താപമാണ്. ഇവിടെ പ്രകാശ രാസപ്രവർത്തനമാകുമ്പോൾ ഒന്നുകിൽ പുറത്തേക്ക് വിടുന്നത് പ്രകാശം അല്ലെങ്കിൽ അകത്തേക്ക് വലിച്ചെടുക്കുന്നത് പ്രകാശം. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. നമുക്കിനി അടുത്തൊരു ഉദാഹരണം നോക്കാം. അതായത് പ്രകാശം ആഗിരണം ചെയ്ത് നടക്കുന്ന ഒരു രാസപ്രവർത്തനം നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് സസ്യങ്ങൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും ഉപയോഗിച്ച് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ പ്രകാശം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രതിഭാസം നോക്കാം. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്നത് ലൂസിഫെറസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫെറിൻ ഉണ്ടാകുന്നു. അങ്ങനെയാണ് പ്രകാശോർജം ഉണ്ടാകുന്നത്. ഈ പ്രതിഭാസം ബയോലൂമിനസെൻസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ സസ്യങ്ങളിൽ നടക്കുന്നത് പ്രകാശം ആഗിരണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഭാസവും മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ പ്രകാശത്തിനെ പുറത്തേക്ക് വിടുന്ന ഒരു പ്രതിഭാസവുമാണ്. അപ്പോൾ അത് രണ്ടും പ്രകാശ രാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി എന്താണ് വൈദ്യുത രാസപ്രവർത്തനങ്ങളെന്ന് നോക്കാം. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? താപരാസപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പ്രകാശ രാസപ്രവർത്തനങ്ങൾ. ഇപ്പോൾ നോക്കിയത് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. നമുക്കിനി ഇലക്ട്രോലൈറ്റുകൾ എന്താണെന്ന് നോക്കാം. അതായത് ചില പദാർത്ഥങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവയ്ക്ക് രാസമാറ്റം നടക്കാറുണ്ട്. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ. ഉദാഹരണം സോഡിയം ക്ലോറൈഡ്, നമ്മുടെ കറിയുപ്പ്. അടുത്തത് കോപ്പർ സൾഫേറ്റ്, തുരിശ്. അടുത്തത് സിൽവർ നൈട്രേറ്റ്. ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും ഉരുകിയ അവസ്ഥയിലും അതുപോലെ തന്നെ ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്നത് ബാറ്ററിയാണല്ലോ. ആ ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ധ്രുവവുമുണ്ട്, നെഗറ്റീവ് ധ്രുവവുമുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ഡുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകൾ. അടുത്തതായി എന്താണ് വൈദ്യുത വിശ്ലേഷണം? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ്. ഈ വൈദ്യുത വിശ്ലേഷണത്തിൽ ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്നു. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ്. നമുക്ക് അടുത്തൊരു വൈദ്യുത രാസപ്രവർത്തനം നോക്കാം. അതിൻ്റെ പേരാണ് വൈദ്യുത ലേപനം.
ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ഇനി നോക്കേണ്ടത് വിവിധതരം സെല്ലുകളും അവ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാണ് നോക്കാനുള്ളത്. ആദ്യത്തേത് ഡ്രൈ സെൽ. റേഡിയോ, ക്യാമറ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലാണ്. രണ്ടാമത്തേത് മെർക്കുറി സെൽ. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. മൂന്നാമത്തേത് നിക്കൽ കാഡ്മിയം സെൽ. റീചാർജ് ചെയ്യാൻ കഴിയുന്ന ടോർച്ച്, ക്യാമറകൾ ഇവയിൽ ഉപയോഗിക്കുന്നതാണ് നിക്കൽ കാഡ്മിയം സെൽ. അടുത്തത് ലിഥിയം അയോൺ സെൽ. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക് യു.